സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹുവിനാകുന്നു പരിപൂർണമായ ആധിപത്യം. അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് രാജാതിരാജൻ. ഒരടിമയെക്കുറിച്ച് ഈ രൂപത്തിൽ നമുക്ക് പറയാൻ പാടില്ലാത്ത കാര്യമാണ് രാജാതിരാജൻ. ചില ആളുകളെങ്കിലും ചില രാജാക്കന്മാരെ അഭിസംബോധന ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെ പറ്റി പറയുമ്പോൾ എന്തുപയോഗിക്കാറുണ്ട്? രാജാതിരാജൻ എന്ന രൂപത്തിൽ സൃഷ്ടികളെ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ഇന്ന അഖ്നഅ ഇസ്മിൻ ഇൻദല്ലാഹി അസ്സ വജൽ റജുലുൻ തസമ്മ മലികുൽ അംലാക്. മുത്തഫഖുൻ അലൈഹി. എന്താണ് സഹോദരങ്ങളെ ഹദീസ്? അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശമായ പേര് എന്തെന്നാൽ ഒരുവൻ പറയുകയാണ് മലികുൽ അംലാക്, രാജാതിരാജൻ എന്നുള്ളത്. ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ അവിടുന്ന് പറഞ്ഞതായി കാണാം, മലികുൽ അംലാക് മിസ്ലു ഷാഹിൻ ഷാ. മലികുൽ അംലാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില ആളുടെ എങ്കിലും പേര് കേട്ടിട്ടുണ്ടാവും, ഷാഹിൻ ഷാ എന്നുള്ളത്. നമ്മളും കേൾക്കാറുണ്ട് ഷഹിൻ ഷാ എന്നുള്ള പേര്. അതിൻ്റെ അർത്ഥം എന്താണ്? യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ അർത്ഥമാണ് രാജാതിരാജൻ എന്നുള്ളത്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമല്ലാത്ത പേരുകളിൽപ്പെട്ട ഒരു പേരാണ് ഒരാൾ സ്വന്തത്തെ തന്നെ മലികുൽ അംലാക് എന്ന രൂപത്തിൽ, രാജാതിരാജൻ എന്ന രൂപത്തിൽ വിളിക്കുക എന്നുള്ളത്.